ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ത്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് ഉൽപാദന സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ ആർട്ടിസൺ ഗ്രേഡ് 4 പോസ്റ്റുകളിൽ നിയമനം വന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭേൽ യൂണിറ്റുകളിലേക്കാണ് നിയമനം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി പറയുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് നിയമനം വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BAP റാണിപട്ട് തമിഴ്നാട്, HPVP വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, HERP വാരണാസി ഉത്തർപ്രദേശ്, EDN ബംഗളൂരു കർണാടക, FSIP ജഗദീഷ്പൂർ ഉത്തർപ്രദേശ്, HEEP ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, CFFP ഹരിദ്വാർ ഉത്തരാഖണ്ഡ്, HPEP ഹൈദരാബാദ് തെലങ്കാന, HEP ഭോപ്പാൽ മധ്യപ്രദേശ്, TP ജാൻസി ഉത്തർപ്രദേശ്, HPBP തിരുച്ചിറപ്പള്ളി. ഇത്രയും മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കാണ് നിയമനം വരുന്നത്. മൊത്തം 515 ഒഴിവുകളാണുള്ളത്. നമുക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ വേക്കൻസീസ് നോക്കാം. ഫിറ്റർ 176 ഒഴിവുകളാണുള്ളത്. വെൽഡർ 97, ടർണർ 51, മെഷീനിസ്റ്റ് 104, ഇലക്ട്രീഷ്യൻ 65, ഇലക്ട്രോണിക്സ് മെക്കാനിക് 18, ഫോൺട്രിമാൻ 4. അങ്ങനെ മൊത്തം 515 ഒഴിവുകളാണുള്ളത്. ഓരോ പോസ്റ്റിലേക്കുമുള്ള റിസർവേഷൻ കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലേക്കും നിശ്ചിത വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ. പവർ, ഡിഫൻസ്, ട്രാൻസ്പോർട്ട്, റിന്യൂവബിൾ എനർജി, അതേപോലെ തന്നെ എയർ സ്പേസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരവും നമുക്ക് ലഭിക്കും. എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള എക്സാമും ഒരേ ദിവസത്തിലാണ് നടക്കുന്നത്. മിഡ് സെപ്റ്റംബറിലായിരിക്കും എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. ഇത് താൽക്കാലികമായിട്ട് നിശ്ചയിച്ച ദിവസമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരൊറ്റ യൂണിറ്റിലും ഒരു പോസ്റ്റിലും മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. PWD സംവരണത്തിന് യോഗ്യരായിട്ടുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നത് OH, VH, അതേപോലെ HH ആയിരിക്കും. ഈ വിഭാഗത്തിൽപ്പെട്ട PWD കാൻഡിഡേറ്റ്സിന് ആർട്ടിസൺ ഗ്രേഡ് 4 പോസ്റ്റിലേക്ക് സംവരണം ലഭിക്കും. നെക്സ്റ്റ്, ഏജ് റിലാക്സേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. SC STക്ക് 5 വർഷം, OBC നോൺ ക്രിമിലെയർ 3 വർഷം, PWD ജനറൽ 10 വർഷം, PWD OBC 13 വർഷം, PWD SC ST 15 വർഷം. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ നിലവിലുള്ള കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രകാരമുള്ള ഇളവുണ്ട്. അതേപോലെ ജമ്മു ആൻഡ് കാശ്മീരിൽ 1980-89 താമസിച്ചവരാണെങ്കിൽ 5 വർഷം ഏജിൽ ഇളവ് ലഭിക്കും. ഓരോ യൂണിറ്റിലേക്കും എത്ര ഒഴിവുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് BAP റാണിപട്ട് തമിഴ്നാട്, ജനറൽ 31, EWS 7, OBC 22, SC 14, ST 1, അങ്ങനെ ടോട്ടൽ 75. ഇതിൽ PWDക്ക് 3 ഒഴിവുകൾ വരുന്നുണ്ട്. ഈ 75-ൽ PWDക്ക് 3 ഒഴിവുകൾ വരുന്നുണ്ട്. അതേപോലെ എക്സ് സർവീസ്മാന് 11 ഒഴിവുകളും വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് HVVP ആണ്. അത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലുള്ളത്. ജനറൽ 18, EWS 3, OBC 9, SC 6, ST 2, അങ്ങനെ ടോട്ടൽ 38. ഈ ടോട്ടൽ 38-ല് PWDക്ക് 2 ഒഴിവുകൾ വരുന്നുണ്ട്. എക്സ് സർവീസ്മാന് 5 ഒഴിവുകളും വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് HERP വാരണാസി UP, ജനറൽ 8, EWS 2, OBC 5, SC 3, ST 2, ടോട്ടൽ 20. ഇതിൽ PWDക്ക് 1, എക്സ് സർവീസ്മാന് 2 ഒഴിവും വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് EDN ബംഗളൂരു കർണാടക, ജനറൽ 19, EWS 4, OBC 11, SC 6, ST 3, അങ്ങനെ ടോട്ടൽ 43. അതിൽ PWDക്ക് 2, എക്സ് സർവീസ്മാന് 6 വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് FSIP ആണ്, ജഗദീഷ്പൂർ UP. അതിൽ ജനറൽ 12, EWS 3, OBC 9, SC 7, STക്ക് ഒന്നുമില്ല. അങ്ങനെ ടോട്ടൽ 31 ഒഴിവുകൾ വരുന്നുണ്ട്. അതിൽ PWDക്ക് 2, എക്സ് സർവീസ്മാന് 4 ഒഴിവുകളും വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് HEEP ആണ്, ഹരിദ്വാർ ഉത്തരാഖണ്ഡ്. അതിൽ ജനറൽ 40, EWS 7, OBC 9, SC 13, ST 6, അങ്ങനെ ടോട്ടൽ 75. അതിൽ PWDക്ക് 3, എക്സ് സർവീസ്മാന് 10. നെക്സ്റ്റ് CFFP ആണ്, ഹരിദ്വാർ ഉത്തരാഖണ്ഡിലുള്ളത്. വേക്കൻസി വരുന്നത് ജനറൽ 3, EWS ഒഴിവുകളില്ല, OBC 1 ഉണ്ട്, SC 1, ST 1, ടോട്ടൽ 6. അതിൽ PWDക്കില്ല, എക്സ് സർവീസ്മാന് 1 ഒഴിവ് വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് HPEP ആണ്, ഹൈദരാബാദ് തെലങ്കാന. അതിൽ ജനറൽ 22, EWS 4, OBC 13, SC 8, ST 3, ടോട്ടൽ 50. ഇതിൽ PWD 19, എക്സ് സർവീസ്മാൻ 8. നെക്സ്റ്റ് യൂണിറ്റ് HEP ഭോപ്പാൽ MP. അതിൽ ജനറൽ 31, EWS 7, OBC 10, SC 10, ST 14, ടോട്ടൽ 72 ഒഴിവുകളാണ്. അതിൽ PWDക്ക് 11, എക്സ് സർവീസ്മാന് 10.
നെക്സ്റ്റ് TP ആണ് യൂണിറ്റ്, സ്ഥലം വരുന്നത് ജാൻസി UP ആണ് വരുന്നത്. അതിൽ ഒഴിവുകൾ വരുന്നത് ജനറൽ 13, EWS 3, OBC 8, SC 6, STക്ക് ഒഴിവുകളില്ല. അങ്ങനെ ടോട്ടൽ 30 ഒഴിവുകളാണ് വരുന്നത്. ഇതിൽ PWDക്ക് 2, എക്സ് സർവീസ്മാന് 4 വരുന്നുണ്ട്. നെക്സ്റ്റ് യൂണിറ്റ് HPBP ആണ് തിരുച്ചിറപ്പള്ളിയിലുള്ളത്. അതിൽ ഒഴിവുകൾ വരുന്നത് ജനറൽ 34, EWS 7, OBC 20, SC 14, STക്ക് വരുന്നില്ല. അങ്ങനെ ടോട്ടൽ 75 ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ PWDക്ക് 4 ഒഴിവുകളും എക്സ് സർവീസ്മാന് 10 ഒഴിവുകളും വരുന്നുണ്ട്. ഓരോ യൂണിറ്റിലെയും ഒഴിവുകൾ കാറ്റഗറി അനുസരിച്ച്, അതായത് ജനറൽ, EWS, OBC, SC, ST അനുസരിച്ചും അതേപോലെ തന്നെ PWD, എക്സ് സർവീസ്മാൻ സവർണങ്ങൾ പ്രകാരവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിദ്യാഭ്യാസ യോഗ്യതയും പ്രായപരിധിയും നോക്കാം. കാൻഡിഡേറ്റ്സ് കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് NTC അല്ലെങ്കിൽ ITI പ്ലസ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് NAC അതാത് ട്രേഡിൽ ഉണ്ടായിരിക്കണം. ജനറൽ OBC വിഭാഗക്കാർക്ക് ITI NAC ഇനത്തിൽ കുറഞ്ഞത് 60% മാർക്ക് വേണം. SC ST വിഭാഗക്കാരാണെങ്കിൽ 55% മാർക്ക് വേണം. അപ്പോ പ്രായപരിധി നിശ്ചയിക്കുന്നത് ജൂലൈ 1, 2025 അടിസ്ഥാനമാക്കിയാണ്. ജനറൽ EWSന് 27 വയസ്സ്, OBC നോൺ ക്രിമിലെയർ 30 വയസ്സ്, SC ST 32 വയസ്സ്. അതേപോലെ തന്നെ PWD എക്സ് സർവീസ്മാൻ സർക്കാർ മാർഗനിർദ്ദേശപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും. കൂടാതെ എക്സ്പീരിയൻസ് തെളിയിക്കുന്ന അപേക്ഷകർക്ക് 7 വർഷം വരെ പ്രായത്തിൽ ഇളവ് ലഭിക്കും. സോ അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ NTC, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, ഇത് അതത് ട്രേഡിൽ ഉണ്ടായിരിക്കണം. കൂടാതെ NAC, അതായത് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും അതേ ട്രേഡിലായിരിക്കണം. ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത്. നെക്സ്റ്റ് ശമ്പളവും ആനുകൂല്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ ആദ്യം 1 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് നിയമിക്കപ്പെടും. ഈ കാലയളവിൽ മിനിമം വേജസ് ലഭിക്കും. 1 വർഷം കഴിഞ്ഞിട്ട് ആർട്ടിസൻ ഗ്രേഡ് 4 പോസ്റ്റിലേക്ക് സ്ഥിരമായിട്ടുള്ള നിയമനം ഉണ്ടാകും. സ്ഥിര നിയമനത്തിന് ശേഷം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 29,500 മുതൽ 65,000 പ്ലസ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും ചേർത്തായിരിക്കും. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഓരോ കാൻഡിഡേറ്റ്സിനും തങ്ങളുടെ ട്രേഡിനനുസരിച്ചുള്ള ഓൺലൈൻ പരീക്ഷ എഴുതണം. 100 മാർക്കിന്റെ എക്സാം ആണ്. ഓരോ യൂണിറ്റിലേക്കും ഓരോ ട്രേഡിലേക്കുമുള്ള ഒഴിവുകളുടെ 1:5 അനുപാതത്തിൽ കാറ്റഗറി വൈസ് സ്കിൽ ടെസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് കട്ട് ഓഫ് റിലാക്സേഷൻ ലഭിക്കും. എന്നാൽ ജനറൽ EWSന് കട്ട് ഓഫ് വരുന്നത് 30 മാർക്കാണ്. OBC അതേപോലെ SC STക്ക് 22.5 മാർക്കാണ് വരുന്നത്. അപ്പോൾ സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 സ്കിൽ ടെസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും. തുടർന്ന് സ്കിൽ ടെസ്റ്റ് നടക്കും. ഇതൊരു ക്വാളിഫയിങ് നേച്ചർ ആണ്. പാസ്സായാൽ മാത്രം മതിയാകും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിലയിൽ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ EWS OBC വിഭാഗക്കാർക്ക് എക്സാം ഫീസ് 600 പ്ലസ് പ്രോസസിംഗ് ഫീസ് പ്ലസ് GST 472, അങ്ങനെ ടോട്ടൽ 1072 ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. എന്നാൽ SC ST PWD എക്സ് സർവീസ്മാന് എക്സാം ഫീസ് കാണില്ല. പകരം പ്രോസസിംഗ് ഫീസ് പ്ലസ് GST 472 അടയ്ക്കേണ്ടി വരും. ലാസ്റ്റ് കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുടെ സമയത്ത് നമുക്ക് 5 എക്സാം സെന്റേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റിസർവേഷൻ വിഭാഗങ്ങളായിട്ടുള്ള SC ST OBC നോൺ ക്രിമിലെയർ EWS PWD എക്സ് സർവീസ്മാൻ അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ കാൻഡിഡേറ്റ്സ് അപേക്ഷയിൽ റിസർവേഷൻ വിഭാഗം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ OBC ക്രിമിലെയർ ഉള്ളവർക്ക് റിസർവേഷൻ ലഭിക്കില്ല. അവരെ ജനറൽ വിഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. സോ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ്, FAQs, കോൾ ലെറ്റർ എന്നിവ ഈ വെബ്സൈറ്റിൽ മാത്രമാണ് ലഭിക്കുക. സോ അപേക്ഷ അവസാനിക്കുന്ന തീയതി ഓഗസ്റ്റ് 12-നാണ്. എക്സാം ഡേറ്റ് വരുന്നത് 2nd വീക്ക് ഓഫ് സെപ്റ്റംബർ ആണ്. കൃത്യമായ തീയതികൾ അതത് സമയത്ത് വെബ്സൈറ്റിൽ അറിയിക്കും. സോ ഇടയ്ക്ക് നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.